ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് എൻ്റെ ഒരു വർക്ക് ഡേ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഞാൻ രാവിലെ തന്നെ എല്ലാം റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, വർക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ ബാക്കിൽ ഇങ്ങ് കുറേ സ്റ്റിക്കേഴ്സ് കാണാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കവായി സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഫോൺ മൊത്തത്തിലൊന്ന് എസ്തെറ്റിക് ലുക്ക് ആക്കിയതല്ല. എൻ്റെ ഫോൺ കൈമുന്ന് നൈസായിട്ടൊന്ന് വീണുപോയി. അപ്പോൾ നമ്മുടെ ഐഫോണിൻ്റെ ബാക്കത്തെ ചില്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റോറിൽ ചോദിച്ചപ്പോൾ 3500 റുപ്യാണ് അത് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതിപ്പോൾ മാറ്റണം എന്നുള്ളത് അത്ര അത്യാവശ്യമല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ ഒട്ടിച്ച് വെച്ചത്. ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ ഞാൻ ചായയും കുടിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഊബറിനാണ് വർക്കിന് പോയിക്കൊണ്ടിരിക്കണം. ഇന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ദുരന്തം പിടിച്ച ദിവസമായിരുന്നു. ഇന്ന് രാവിലെ തന്നെ മൊത്തത്തിൽ ഭയങ്കര ലേറ്റ് ആയി. അപ്പോൾ അങ്ങനെയാണ് ഓട്ടോനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വർക്ക് പ്ലേസിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ KSRTC ബസ്സിനാണെങ്കിൽ 15 രൂപയ്ക്ക് ഞാൻ എത്തേണ്ട ഞാൻ ഊബറിന് കൊടുത്തത് 150 രൂപയാണ്. അപ്പോൾ രാവിലെ തന്നെ ധനനഷ്ടം. ഓക്കെ, ഒന്നും പറയേണ്ട, ധനനഷ്ടം, മാനഹാനി, എൻ്റെ അമ്മോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ വർക്ക് പ്ലേസിലെത്തി. ഇന്ന് ഞാൻ ഓട്ടോന് വന്നുകൊണ്ട് തന്നെ ഓട്ടോ ചേട്ടൻ ചെറിയ ചെറിയ ഷോർട്ട് കട്ട് കൂടെ കയറിയുണ്ട്. നമ്മൾ 9:30 മുന്നേ എത്തി കേട്ടോ വർക്ക് പ്ലേസിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവിടേക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് കണ്ട് 2-3 വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പണി തുടങ്ങാമെന്നുള്ളത്. അങ്ങനെ കറക്റ്റ് 9:30 ആയപ്പോൾ ഞാൻ വർക്ക് തുടങ്ങി. ഇന്ന് പിന്നെ നമ്മുടെ ഈ R&D ടീമിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാർ ലാബിക്ക് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അത്ര ആൾക്കാരെ കാണാത്ത കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞേരം ഞാൻ ഇച്ചിരി നേരം ഒന്ന് ബ്രേക്ക് എടുത്തു. ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ചേച്ചി നമുക്ക് ചായ കൊണ്ട് തന്നിന് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ചില്ലായിട്ട് ഇരുന്നു. ആൻഡ് അതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം തിരിച്ചേക്ക് നമ്മൾ വർക്കിലേക്ക് കയറി കേട്ടോ. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ബയോഇൻഫർമാറ്റിക്സ് പാർട്ടാണ്. സോ ഞാൻ ഈ കമ്പനിയിൽ ബയോഇൻഫർമാറ്റീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യണേ. അതിൽ മെയിനായിട്ട് കുറേ കോഡ്സ് റൺ ചെയ്യുക, കുറേ ഡേറ്റാസ് അനലൈസ് ചെയ്യുക. പിന്നെ അത് കൂടാണ്ട് എനിക്ക് വശമില്ലാത്ത കുറച്ച് ഏരിയയിലും കൂടെ ഇവിടെ ഈ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. സോ അത് കാര്യങ്ങളും കൂടെ ഒന്ന് പഠിച്ച് സോർട്ട് ഔട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ ജോബ് റോൾസിൽ വരുന്നത്. ഇത് കൂടാണ്ട് ഇടയ്ക്ക് വെറ്റ് ലാബ് വർക്ക്സും വരുന്നുണ്ട്. അതായത് നമ്മുടെ DNA ഐസൊലേഷൻ, അതിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ. സോ അങ്ങനെ അത്യാവശ്യം നമ്മൾ വർക്കൊക്കെ ചെയ്തു. ഞാൻ മെയിനായിട്ട് 2 സിസ്റ്റത്തിലും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പ്, ഇതിൽ കുറച്ച് സാധനങ്ങൾ ലോഡ് ചെയ്യാൻ വെച്ചു. ആൻഡ് ഇതിന് ഈ ഇപ്പുറത്തുള്ളത് നമ്മുടെ കമ്പനി ലാപ്ടോപ്പ് കേട്ടോ. അങ്ങനെ പാരലലായിട്ടാണ് രണ്ടും കൂടെ ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഉച്ചയായ സമയത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. സോ ഇവിടെ തന്നെയാണ് ഇത് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ കമ്പനീൻ്റെ. സോ അങ്ങനെ ഫുഡ് കഴിച്ചു. ഞാൻ ഫുഡ് മെയിനായിട്ട് ഹോസ്റ്റലിൽ നിന്ന് എടുക്കലാണ്. കാരണം ഞാൻ ഫുഡ് പ്ലസ് അക്കോമഡേഷൻ കൂടി ആയിട്ടാണ് ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ എഗെയിൻ ബാക്ക് ടു വർക്ക്. അപ്പോൾ ഏകദേശം ഒരു 3:30 ആയപ്പോൾ നമ്മൾക്ക് നല്ലൊരു കട്ടൻ കിട്ടി. അങ്ങനെ കട്ടൻ കുടിച്ചു. ബിക്കോസ് അതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി വീഴും കൈസ്. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം എന്ന് പറയുന്നത് ഇച്ചിരി ടയറിങ് ആണ്. ആൻഡ് അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഇവിടുത്തെ ബാൽക്കണിയിലൊക്കെ ഒന്ന് പോയി നിന്നു. ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടേക്ക് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഏറ്റവും കൂടുതൽ സമാധാനം എന്ന് പറയുന്നത്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതാണ്. പിന്നെ അധിക നേരം ഇവിടെ നമുക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയമില്ല. ബിക്കോസ് നമുക്ക് വർക്ക് ചെയ്യണം. നമ്മുടെ വർക്കിംഗ് ടൈം വന്നിട്ട് 9:30 to 5 ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ കമ്പനി. പക്ഷേ ഈ കമ്പനി, അതായത് പണ്ടത്തെ നമ്മുടെ കമ്പനി ഇതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് റിസോർട്ടായിട്ടാട്ടോ ഫങ്ഷൻ ചെയ്യണേ. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ഞാൻ 5 മണിക്ക് ലോഗൗട്ട് അടിച്ച് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. സോ അങ്ങനെ 5 മണിക്ക് കറക്റ്റ് ഇറങ്ങി. എനിക്ക് 5:08 KSRTC ബസ് കിട്ടി. സോ അങ്ങനെ ഞാൻ ആലുവയിൽ ഏകദേശം ഒരു 5:20 ആയപ്പോൾ തന്നെ ഞാൻ എത്തി കേട്ടോ. സോ ആലുവ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ബസ് സ്റ്റാൻഡ്, ആലുവ ബസ് സ്റ്റാൻഡ് വരണേ. സോ ഇവിടെ നിന്നാണ് ഞാൻ ബസ് കയറലും ഇറങ്ങലും കേട്ടോ. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഹോസ്റ്റലിലേക്ക്. സോ ഇന്നത്തെ എൻ്റെ ദിവസം ഇതൊക്കെയാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ബേസിക്കലി എൻ്റെ ഒരു വർക്ക് ഡേ ഉണ്ടാവല് കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.